ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഇതൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ കൂടിയാണ് കേട്ടോ ഇത്. കഴിഞ്ഞ ദിവസം കയ്യിന് പണി കിട്ടിയില്ലേ, അത് 2 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടി കാണിക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിന് പോവാണ്. പണ്ടേ നേരത്തിന് എവിടേക്കെങ്കിലും ഇറങ്ങി ശീലമില്ലാത്തതുകൊണ്ട് എൻ്റെ ഒരുക്കൊക്കെ കഴിഞ്ഞിറങ്ങി ബസ്സൊക്കെ കിട്ടി വന്നപ്പോഴേക്കും രാവിലത്തെ ഒ പി ടൈം കഴിഞ്ഞു. ഇനി 2 മണിക്ക് ഒ പി ടിക്കറ്റ് കിട്ടുള്ളൂ. അപ്പം ഇനിയും കുറേ സമയമുണ്ട്, വെറുതെ അവിടെ പോയി ഇരിക്കണ്ടല്ലോ. സോ ഞാൻ കരുതി ത്രെഡ് ചെയ്യാമെന്ന്. അപ്പം ഞാൻ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഞങ്ങൾ എപ്പോഴും ഇവിടെയാട്ടോ വരാറ്. ഞാൻ +2 പഠിക്കുമ്പോൾ തൊട്ട് ഇവിടെ വരാറുണ്ട്. എൻ്റെയും ചേച്ചീൻ്റെയും മാരേജിനൊക്കെ ചേച്ചി തന്നെയായിരുന്നു കേട്ടോ മേക്കപ്പ്. ഇതൊരു കംഫർട്ട് സോൺ കൂടിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രെഡിങ് മാത്രമല്ല കേട്ടോ, കുറേ നേരം ചേച്ചിയായിട്ട് കഥ പറഞ്ഞിരിക്കും. അതങ്ങ് +2 പഠിക്കുമ്പോൾ തൊട്ടുള്ളൊരു പതിവാണ്. അങ്ങനെ ത്രെഡിങ് ഒക്കെ കഴിഞ്ഞ് എൻ്റെ പിരികത്തിൻ്റെ ഭംഗി ഞാൻ തന്നെ കുറച്ച് നേരം ആസ്വദിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം ഞാൻ സുന്ദരിയായില്ലേ. താഴെ എത്തിയപ്പോഴേക്കും നല്ല മഴയാണ് കേട്ടോ. കുടയൊക്കെ ചൂടി അങ്ങനെ നടന്നു. ഇവിടുന്ന് കുറച്ച് നേരം നടക്കണം കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. പിന്നെ എൻ്റെ ചാനലിൽ കുറേ പേര് സബ്സ്ക്രൈബൊക്കെ ചെയ്തു കേട്ടോ. എല്ലാവർക്കും ഒത്തിരി സ്നേഹം. ഇനിയും എല്ലാവരും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പബ്ലിക്കായി വീഡിയോസൊക്കെ എടുക്കണം, അതിൻ്റെ ഒരു ചമ്മലൊക്കെ ഉണ്ട് കേട്ടോ. ഡെലിവറിക്ക് ശേഷം കുറച്ച് നടക്കുമ്പോഴേക്കും നല്ല കിതപ്പാണ് കേട്ടോ. അതാണ് ഈ നടത്തത്തിലൊരു വലിവ്. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. അധികം തിരക്കുണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിച്ചാണ് കേട്ടോ പോണത്. അത്ര തിരക്കില്ല. ഒ പി ടിക്കറ്റ് വേഗം കിട്ടി. പിന്നെ എന്തിനു പോയാലും ഇത് മസ്റ്റാണല്ലോ. അങ്ങനെ BP ഒക്കെ നോക്കി. ഇവിടെ കുറച്ച് പേരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അന്നത്തെ അത്രയില്ല. പിന്നെ ഞാനും ഇവിടെ ഇരുന്നു. അവിടെ ഇരിക്കുന്ന എല്ലാവരെയും പോലെ ഈ സ്ക്രീനിലേക്ക് നോക്കി ക്ഷമയോടെ കാത്തിരുന്നു. നമ്മുടെ നമ്പർ വന്നപ്പോൾ പോയി ഡോക്ടറിനെയൊക്കെ കണ്ടു. ഒന്നുകൂടി ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഡ്രസ്സിങ് റൂമിലേക്ക് പോയി. പാവം, ആ ചേട്ടൻ്റെ തലയ്ക്ക് എന്തോ പറ്റിയിട്ടോ. ഇന്ന് സിസ്റ്റർ ചേട്ടനാണ് കേട്ടോ. അങ്ങനെ കൈയൊക്കെ ഡ്രസ്സ് ചെയ്തു. മരുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം കുഞ്ഞി കെട്ടാണ്. നല്ല ഫിനിഷിംഗ് ഉണ്ട് കാണാൻ. ഇനി വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും സാധനം വാങ്ങുന്ന കടയിൽ വന്നു. ഞാൻ എപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ വന്നാലും കവർ എടുക്കാൻ മറക്കൂട്ടോ. എന്നിട്ട് ലാസ്റ്റ് പുതിയ കവർ വാങ്ങും. ഇങ്ങനെ ഒരുപാട് എണ്ണ ഉണ്ട് വീട്ടിൽ. ആ തക്കാളി പോയൊരു പോക്കേ. ഈ കവർ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ 4 സാധനത്തിനാണോ ഇത്രയും വലിയ കവറെന്ന്. കുറച്ചുകൂടി സാധനങ്ങൾ വാങ്ങാനുണ്ട് കേട്ടോ. അതൊക്കെ വാങ്ങി വന്നപ്പോഴേക്കും നമ്മുടെ ബസ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ നേരെ വീട്ടിലേക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ.